വിശുദ്ധ ഗ്രന്ഥത്തിൽ 2 തീമോത്തിയോസ് 2:15 സത്യത്തിൻ്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവത്തിരുമുമ്പിൽ അർഹതയോടെ പ്രതിഷ്ഠപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക എന്ന ഒരു വചനമുണ്ട്. ഈ വചനം യാഥാർത്ഥ്യമായി കണ്ട ഒരു വ്യക്തിയെ ഈ കഴിഞ്ഞ ദിവസം ഷെക്കീന ന്യൂസ് കാണുകയുണ്ടായി. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഇത്തിത്താനത്തുള്ള പ്രീസ്റ്റ് ഹോമിൻ്റെ ഡയറക്ടറായ സക്രിയ അച്ഛനുമായിട്ട് 3 കർദിനാളന്മാരുടെ ഡ്രൈവറായിരുന്ന ചെറിയാൻ ചേട്ടൻ നടത്തിയ സൗഹൃദ സംഭാഷണത്തിനിടയിലൂടെ ഷെക്കീന ന്യൂസിൻ്റെ ക്യാമറ കണ്ണുകൾ കടന്നുപോയപ്പോഴാണ് ഇദ്ദേഹം 40 വർഷമായിട്ട് 3 കർദിനാളന്മാരുടെ ഡ്രൈവറായിരുന്നെന്നും അദ്ദേഹം ആ ജോലി വളരെ മനോഹരമായി ദൈവവചനത്തിന് ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് കടന്നുപോയ ആ നല്ല നിമിഷങ്ങൾ കേൾക്കുവാനിടയായി. അദ്ദേഹത്തിൻ്റെ ജീവിതകഥയിലേക്ക് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: അതുകൊണ്ട് ദൈവത്തിനു വേണ്ടിയുള്ള ജോലിയെക്കുറിച്ച് എനിക്ക് യേശുക്രിസ്തുവിൽ അഭിമാനിക്കാൻ കഴിയും. അതിരാവിലെ ദിവ്യബലിയോട് കൂടിയാണ് ചെറിയാൻ ചേട്ടൻ ഒരു ദിവസം ആരംഭിക്കുന്നത്. എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ദിവ്യബലിക്ക് മുടക്കം വരുത്തിയിട്ടില്ല ഇദ്ദേഹം. 3 കർദിനാൾമാരുടെ ഡ്രൈവറായി സേവനം ചെയ്ത അവസരത്തിൽ വ്യത്യസ്തമായ ദൈവാനുഭവമാണ് തനിക്ക് ഉണ്ടായത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ദൈവജനത്തെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഇടയ ശ്രേഷ്ഠന്മാരുടെ കൂടെ ചെലവഴിച്ച നിമിഷങ്ങൾ തന്റെ ജീവിതത്തിലെ അമൂല്യമായ നിമിഷങ്ങൾ ആയിരുന്നുവെന്നും ദൈവജനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ അനുഭവങ്ങൾ തന്നെ സഹായിച്ചെന്നും ഇദ്ദേഹം പറയുന്നു. 2 മക്കളോടും ഭാര്യയോടുമൊപ്പം എറണാകുളത്ത് താമസമാക്കിയിരിക്കുന്ന ഇദ്ദേഹം ഇപ്പോൾ സുവിശേഷവൽക്കരണത്തിനായുള്ള തന്റെ പ്രവർത്തനങ്ങൾ അനുദിനം തുടരുകയാണ്. ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജോലികൾ തന്നാലാകും വിധം മനോഹരമാക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ തന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങളാണ് അനുദിനം ജീവിതത്തിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. പിന്നിട്ട ജീവിത വഴികളിൽ വേദനകൾ നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും അതിനെയെല്ലാം തന്റെ ജീവിതത്തിലെ വസന്തമാക്കാൻ കഴിഞ്ഞ ദൈവത്തിനോട് നന്ദി മാത്രമാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ആദ്യത്തെ യാത്ര എങ്ങോട്ടായിരുന്നു? ആദ്യത്തെ യാത്ര എറണാകുളമായിരുന്നു. അല്ല, ലൂർദ് ആശുപത്രിയില് ഒരു പേഷ്യന്റിനെ കാണാൻ വേണ്ടി പോയത്. നല്ല മർമ്മം കലർന്ന സംഭാഷണവും ഒരിക്കലും മുറിപ്പെടുത്താത്ത സംസാരവും പ്രോത്സാഹിപ്പിക്കുന്ന നല്ല ഇടപെടലും. 3 പിതാക്കന്മാരും പൊതുവെ ശാന്തരായിരുന്നു. പടിയറപ്പിതാവിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മറ്റേ 2 പിതാക്കന്മാരുടെ കൂട്ടത്തിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം അതിനുള്ള ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിതാക്കന്മാരുടെ ഡിസിപ്ലിൻ എല്ലാം കൃത്യസമയം ഭക്ഷണം സമയത്ത് 4:4 ഒരു പള്ളി ചെല്ലണം പറഞ്ഞാൽ ആ സമയത്ത് ചെന്നിരിക്കണം. സമയത്ത് കൃത്യനിഷ്ഠതയുണ്ടായിരുന്നു. പിന്നെ വന്ന് 2 പിതാക്കന്മാർക്കും അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്തു. അത് നമുക്ക് എളുപ്പമായിരുന്നു. പിന്നെ മീറ്റ് ആൻഡ് ക്ലെയിം ആയിരിക്കും. ഷൂയുടെ ഒരു പൊടി കിടന്നാൽ പോലും പിതാവിനും ഇതായിരുന്നു. ആ രീതിയിൽ 40 കൊല്ലം വണ്ടി ഓടിച്ചെങ്കിലും ഇതുവരെ ഒരു സ്ഥലത്തും ഞാൻ താമസിച്ചു ചെന്നിട്ടില്ല, ലേറ്റ് ആയിട്ടില്ല. അപകടങ്ങളും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കറക്റ്റ് ആയിട്ട് ടയർ പഞ്ചറാവുക അങ്ങനെ 2 പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സമയം തെറ്റിച്ചിട്ട് ഇതുവരെയും പോയിട്ടില്ല. എല്ലാം കറക്റ്റ് ടൈമിൽ എത്തിയിരിക്കുന്നു. ശരി അച്ഛാ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുടുംബത്തെ ശ്രദ്ധിക്കാനൊക്കെ ഒരു അവസരം തന്നെ. കുടുംബത്തെ ശ്രദ്ധിക്കുന്നതിൽ അത്രയും വലുതായിട്ടൊന്നും ഞാൻ കണക്കാക്കിയില്ല. അതൊക്കെ കൂടുതൽ പൊക്കോളൂ. എല്ലാം ശ്രദ്ധിച്ചിരുന്നത് സഭയുടെ കാര്യം. വെളിപാട് പുസ്തകത്തിൽ 14-13 അവരുടെ പ്രവൃത്തികൾ അവരെ അനുഗമിക്കും എന്ന വചനം എത്ര മനോഹരമായിട്ടാണ് ഈ ചെറിയാച്ചൻ ചേട്ടനിൽ അത് അനർത്ഥമായിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നമ്മളുടെ ജോലികളും അത് എന്തു തന്നെയായാലും ദൈവനാമ മഹത്വത്തിനായി സമർപ്പിക്കപ്പെടുമ്പോൾ നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ പ്രവൃത്തികൾ നമ്മളെ അനുഗമിക്കുമെന്നുള്ള ആ ബോധ്യത്തോടു കൂടി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാം. കോട്ടയത്ത് നിന്നും സജി ആൻ്റണി, ഷെക്കീന ന്യൂസ്.